ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, നോർത്തുള്ള സെക്ഷൻ്റെ ഈ ശബത്ത് സ്കൂൾ പാഠപഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ ക്വാർട്ടറിലെ 4ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം ഇരുന്നു കൊണ്ട് തുറന്നുള്ള പാഠപഠനങ്ങൾ നമുക്ക് പഠിക്കുവാനും ദൈവജനം ചിന്തിപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനും ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവവചനപ്രകാരം ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമുക്കേവർക്കും നൽകട്ടെ, ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ സംഘർഷം എന്നാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഹോശേയുടെ പുസ്തകം 10ാം അധ്യായത്തിൻ്റെ 14ാമത്തെ വാക്യമാണ്. നമുക്ക് വായിക്കാം. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് എന്നാണ്. ഇസ്രായേൽ ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ ഗിബെയോനിലും ചന്ദ്രൻ അയ്യാലോൻ താഴ്വരയിലും നിന്നു എന്ന് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ആ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് അവരുടെ പ്രാർത്ഥന കേട്ട്, അപേക്ഷ കേട്ട് അവരുടെ ജയത്തിൻ്റെ ഉറപ്പിനായിട്ട് ദൈവം പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ വായിച്ച് കേട്ടത്. ദൈവം തൻ്റെ മക്കളുടെ അപേക്ഷ, അവരുടെ നിലവിളി, അവരുടെ ഹൃദയത്തിൻ്റെ വേദന, അവരുടെ ഉത്കണ്ഠ അറിയുന്ന ദൈവമാണ്. അവരെന്താണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അവർക്കറിയില്ലെങ്കിലും അവർക്കെന്താണ് ആവശ്യമെന്ന് അറിയുന്ന ദൈവം അവർക്ക് വേണ്ടത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവരും നൽകിക്കൊടുക്കുന്നവരുമാണ് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ യോർദാൻ കടന്ന് യെരിഹോ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ യോർദാൻ കടക്കുന്നതിനോടൊപ്പം തന്നെ യോർദാൻ കടക്കുന്ന ആ ഒരു വലിയ പ്രതിസന്ധി പോലെ തന്നെ മറ്റു പ്രതിസന്ധിയിലേക്കാണ് യോർദാൻ കടന്ന് ദൈവത്തിൻ്റെ ജനം പ്രവേശിച്ചത്. വളരെ വലിയ കോട്ടകളും അടച്ചുറപ്പുള്ള പട്ടണങ്ങളും വളരെ ജാഗരൂകരായിരുന്ന പട്ടണ നിവാസികളുടെയും അടുക്കലേക്കാണ് നിരായുധരും യാതൊരുവിധ യുദ്ധ അഭ്യാസവും യുദ്ധമുറകളും നിയമങ്ങളും അറിയാതെ കാൽനടയായിട്ട് യാത്ര ചെയ്ത് വന്ന ഇസ്രായേൽ ജനം എത്തപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആ യെരിഹോ പട്ടണം ദൈവജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ദൈവത്തിൻ്റെ ജനം അതിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കുക എന്നതിലുപരിയായിട്ട് ദൈവം അത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനും ദൈവത്തിലൂടെ അത് അവർക്ക് പിടിച്ചെടുക്കുവാനും കഴിയും. അതിൻ്റെ പദ്ധതികൾ, അതിൻ്റെ ആലോചനകൾ, അതിൻ്റെ ഒരുക്കങ്ങൾ, അതിനുള്ള എല്ലാ അവസരങ്ങളെയും
ദൈവജനത്തിന് അനുകൂലമായിട്ട് ഒരുക്കി കൊടുത്തത് യഹോവയായ ദൈവമാണെന്നാണ് ആമുഖത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 10:10, 11, 4:23, 24, 8:7, 6:2, 8:11, 24:18 ഈ ഭാഗങ്ങളിലൊക്കെ യഹോവ ദൈവജനത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും അവരെ തക്ക സമയങ്ങളിൽ യോശുവ മുഖാന്തരം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ യഹോവ പറയുന്ന നിർദ്ദേശങ്ങൾ യോശുവയിലൂടെ ഇസ്രായേൽ ജനം കേട്ടിട്ട് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവജനം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ലഭിക്കുവാനുള്ള ഏത് കാര്യങ്ങളും അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയും ആ പ്രവൃത്തി അതിൻ്റെ ഫലത്തിലേക്ക് വരികയും അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവജനത്തെ ദൈവത്തിന് വഴി നടത്തി അവർ പ്രതിസന്ധികളിൽ കൂടെ ഇരുന്ന് അവർക്ക് കരസ്ഥമാക്കുവാനുള്ള പിടിച്ചടക്കുവാനുള്ള ഏത് കാര്യങ്ങളും ദൈവവും ആ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നൽകി കൊടുക്കുമ്പോൾ ഈ പാഠങ്ങളിൽ നാം മൊത്തം കാണുന്ന ഒരു കാര്യം, ദൈവം ഒരു വിഭാഗം ജനങ്ങളെ സ്നേഹിക്കുകയും മറ്റ് ജനങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും അവരെ ശത്രുക്കളായി കാണുകയും അങ്ങനെ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു ചിന്ത, എന്നൊരാശയം നമുക്ക് ഇതിൽ നിന്ന് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുവാൻ ഒരു സാധ്യതയുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഇസ്രായേലിനെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റുള്ള ജനങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നവർ ശത്രുക്കളായി കാണുന്നു. ദൈവജനത്തിനെതിരായി നിൽക്കുന്ന ആൾക്കാരെ നശിപ്പിക്കണമെന്നൊരു ദൃഢ നിശ്ചയം ദൈവം എടുത്തുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും ഈ ലോകത്തു നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരെ നശിപ്പിച്ച് കളയണമെന്നുള്ള ഒരു തീരുമാനത്തിലല്ല, ആ ഒരു ആഗ്രഹത്തിലല്ല ദൈവം പലപ്പോഴും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് അനേക ഇതുപോലെയുള്ള സംഭവങ്ങൾ നാം പഠിക്കുകയും വിശകലനം ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ സ്വഭാവവും എന്താകുന്നു എന്ന് നാം പഠിച്ച് ഈ പശ്ചാത്തലങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ദൈവം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും മനുഷ്യരെടുക്കുന്ന തീരുമാനം പോലെയും മാനുഷിക നേതൃത്വം എടുക്കുന്ന തീരുമാനം പോലെയും അല്ല എന്നും അതിൻ്റെ ആത്യന്തികമായിട്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ ഇടയാവുന്നു. ഇപ്പോൾ രാഹാബിൽ കൂടി ഇപ്പോൾ ഈ യെരിഹോ പട്ടണം പിടിച്ചെടുക്കുവാനുള്ള അതിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ രാഹാബിൽ കൂടി യോശുവ അയക്കുന്ന ചാരന്മാരിൽ കൂടി ആ പട്ടണത്തിലെ ജനങ്ങളോടുള്ള ജനങ്ങളിൽ കൂടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടേതായ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പ്, ഇതൊക്കെ ദൈവം അറിഞ്ഞ് കണ്ട് അതിനുള്ള അനുകൂലമായ വഴികളെ ഒരുക്കി. മാത്രമല്ല ഇസ്രായേൽ ജനം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എന്ത് അനുവർത്തിക്കണം, എന്ത് അനുസരിക്കണം, എങ്ങനെ നീങ്ങണം, എപ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കണം, ഇങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തിന് വാസ്തവം പറഞ്ഞാൽ ഇസ്രായേലിനത്തെ ഒരു സൈനിക ശക്തിയായിട്ട് വാർത്തെടുക്കുവാനോ ഒരു യുദ്ധത്തിന് വേണ്ടി അവരെ എപ്പോഴും സന്നദ്ധരായി നിർത്തുവാനോ അല്ലെങ്കിൽ അവർ പോരാളികളായിട്ട് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ആയിരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ദൈവം അവർക്ക് നൽകും എന്ന് പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത ആ ദേശം അവർക്ക് കൊടുക്കുവാൻ ദൈവം ബാധ്യസ്ഥനും ആ വാക്ക് പാലിക്കുവാൻ ദൈവം
അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളെ ഒരുക്കി കൊടുത്തും അതിൻ്റെ എല്ലാ എതിർപ്പുകളെയും വാസ്തവത്തിൽ ഒരു ദോഷവും ഇല്ലാതെ അത് മാറ്റിയെടുത്തുകൊണ്ട് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യണമെന്ന് പോലും ദൈവം ആഗ്രഹിച്ചില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കാരണം യഹോവ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഇസ്രായേൽ ജനം യുദ്ധം ചെയ്ത് ആ ദേശം പിടിച്ചടക്കി എന്ന് ഒരു ആശയമല്ല അവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുപരിയായിട്ട് ദൈവജനം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവം യോശുവ മുഖാന്തരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ യുദ്ധം ചെയ്യാതെ പോലും അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് സ്വായത്തമാക്കേണ്ടതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കേണ്ടതായ പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അവർക്ക് ലഭ്യമാകുവാൻ കഴിയും എന്നാണ് നാം അവിടെ ചിന്തിക്കുന്നത്. ഒരു യുദ്ധസമാനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും സ്നേഹവും കരുണയും ദീർഘക്ഷമയുമുള്ള ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ ഒന്നിച്ച് കാണുവാൻ കഴിയും എന്നാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത് പോലെയോ അല്ലെ മനുഷ്യൻ കണക്കൂട്ടുന്ന പോലെയോ അല്ല ദൈവം ചെയ്യുന്നത് എന്ന് നമുക്ക് മുൻപോട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മറ്റനേക സന്ദർഭങ്ങളിലൂടെ ദൈവം ചെയ്യുന്നത് ഏറ്റവും നീതിയും ന്യായവും സ്നേഹത്തിൽ അധിഷ്ഠിതവുമാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇവിടെ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ എന്ന് വായിക്കുമ്പോൾ സങ്കീർത്തനം 86:15 അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു 1-2 വാക്യങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ അനേക ഇടങ്ങളിൽ ഈ സമാനമായ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമെന്ന് സങ്കീർത്തന ഭാഗങ്ങളിലും മറ്റ് തിരുവചന ഭാഗങ്ങളിലും അനേക പ്രാവശ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സ്ഥായിയായ അല്ലെങ്കിൽ സ്വഭാവവും ദൈവത്തിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ രേഖപ്പെടുത്തുവാൻ കാരണം. അപ്പോൾ ആ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവം മനുഷ്യരോട് ഇടപെടുമ്പോൾ മനുഷ്യരുമായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ തീർപ്പാക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരൊരു ദൗത്യത്തിന് ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യർ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടപ്പിലാക്കുവാനും അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുവാനും ദൈവം നൽകുന്ന ആലോചനകൾ അതിൻ പ്രകാരം ചെയ്യുമ്പോൾ, അതുപോലെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയും അല്ലെങ്കിൽ കരുണയും കൃപയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവിടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ, മനുഷ്യനത് അനുസരിക്കാതെ വരുമ്പോൾ, മനുഷ്യനത് ഉൾക്കൊള്ളാതെ വരുമ്പോൾ, അല്ലെ മനുഷ്യനെ നിരാകരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളുടെ അല്ലെങ്കിൽ ഒരു വൈഷമ്യങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥ മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുകയും സകലൻ ദൈവസ്നേഹത്തിൽ വസിക്കണം എന്നും സകലൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം പറയുന്ന ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല മക്കളായി അനുസരണമുള്ളവരായി പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ സാത്താൻ്റെ വഞ്ചനയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി ജീവിക്കുമ്പോൾ ആർക്കും ദൈവം എതിരല്ല, ആർക്കും ദൈവത്തെ ഒരു ശത്രുപക്ഷത്ത് കാണുവാനും കഴിയില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ദൈവം തൻ്റെ ജനത്തിന് ചെയ്യുന്ന, തൻ്റെ ജനം എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലും ആ ഇസ്രായേലിലൂടെ അല്ലാതെ ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരെയും
ദൈവം സ്നേഹിക്കുകയും അവരോട് ദീർഘക്ഷമയും മഹാദയും കാണിക്കുന്ന ദൈവമാകുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളടുത്ത ഭാഗത്ത് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ സൈന്യാധിപൻ, ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യോർദാൻ കടന്ന് എരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ അവർ കാണുന്നത് വളരെ ശക്തമായ എരിഹോ മതിലുകളാണെങ്കിൽ കോട്ടകളാണ്. അതിൻ്റെ വാതിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ വാതിലുകളൊക്കെ വളരെ ഭദ്രമായിട്ട് അടച്ച് ഉറപ്പാക്കി ആരും പുറത്തിറങ്ങുകയും ആരും പുറത്തുനിന്ന് അകത്ത് കയറാതെയും ആയിരുന്നു ആ പട്ടണം എരിഹോയിലെ ജനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അപ്പം ആ നഗരത്തെയും ആ വലിയ കോട്ടയെയും അടച്ചുറപ്പുള്ള അതിൻ്റെ വാതിലുകളെയും തകർക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ അങ്ങനെ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാനോ യാതൊരു തരത്തിലുള്ള സന്നാഹങ്ങളോ പരിശീലനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പില്ലാത്ത ഇസ്രായേൽ ജനത്തിന് കഴിയില്ല എന്നത് ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ തൻ്റെ ജനങ്ങൾ അതിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരു ആവശ്യത്തിൽ അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ ആവശ്യത്തിൽ അവരോട് കൂടെ നിൽക്കുക, ആ ജനത്തെ സഹായിക്കുക, അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് അവരോട് പ്രവർത്തിക്കുക എന്നത് മാറ്റമില്ലാത്ത വചനങ്ങൾ, മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ വാക്കുകളുടെ ഉറപ്പ് ആകുന്നു. അതിൽ വ്യത്യാസം ദൈവം വരുത്തുകയില്ല എന്ന് ജനം മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗവുമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പം ഇവിടെ പലപ്പോഴും ദൈവജനത്തെ നടത്തുവാനും മാനുഷിക നേതൃത്വങ്ങളോട് സംസാരിക്കുവാനും അവർക്ക് മുൻപിൽ നിൽക്കുവാനും പലപ്പോഴും ദൈവ മക്കളുടെ കാഴ്ചയ്ക്ക് വിഷയീഭവിച്ചുകൊണ്ട് പല നേതൃത്വങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് കടന്നു വരുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനൊരു വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ നമുക്ക് ഈ യെശയ്യാപ്രവചനത്തിലും യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ യോശുവ നോക്കുമ്പോൾ കയ്യിൽ വാളുമായിട്ട് ഒരു പുരുഷൻ യോശുവയുടെ എതിരെ നിൽക്കുന്നത് കണ്ടിട്ട് യോശുവ അവനോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ പക്ഷത്തുള്ളവനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതോ ശത്രുപക്ഷത്തോ ആണോ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ നിൽക്കുന്ന മനുഷ്യൻ ഒരു മറുപടി പറയുന്നില്ല. ഉപരിയായിട്ട് അല്ല, ഞാൻ യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ ആണ് എന്ന് പറയുമ്പോൾ അവിടെ യോശുവ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് കാണാം. ആ സമയത്ത് ആ വ്യക്തി യോശുവയോട് അവൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടി കടന്നു വരുന്ന യഹോവയുടെ സൈന്യാധിപൻ അല്ലെങ്കിൽ സേനാനായകൻ ആണ് അവിടെ കാണുന്നത് അല്ലെങ്കിൽ അവിടെ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതുപോലെയുള്ള സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന വ്യക്തികൾ പലപ്പോഴും പല ദൈവമക്കളുടെയും മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, എലീശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇവിടെ യോശുവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പലരുടെയും മുമ്പിൽ ഇതുപോലെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ പ്രത്യക്ഷമായിട്ട് അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ
ഈ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എരിഹോ പട്ടണം കീഴടക്കുവാൻ അവരെ യുദ്ധത്തിൽ സഹായിക്കുവാൻ കടന്നു വന്ന ഈ വ്യക്തി, അവരെ സഹായിക്കുവാൻ യഹോവയുടെ പക്ഷത്ത് ആയിരിക്കുന്ന ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ സഹായിപ്പാൻ കടന്നു വന്നു എന്ന് യോശുവയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് യോശുവ ആ വ്യക്തിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇവിടെ നമ്മളൊരു വാക്യം വായിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ യെശയ്യാപ്രവചനം 37:16 വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നതിനായി സൈന്യങ്ങളുടെ യഹോവ നീ ഒരുത്തൻ മാത്രം. അപ്പം ഇവിടെ യഹോവയായി ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ ദൈവം എന്ന് അനേക ഭാഗങ്ങളിൽ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുവാൻ കാരണം നമ്മളിവിടെ വായിച്ചതുപോലെ തന്നെ ഈ സകല അല്ലെങ്കിൽ സൃഷ്ടിയുടെയും അധിപനും നേതാവും ദൈവം തന്നെയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സ്വർഗത്തിലുള്ള സകല സേനകളുടെയും സകല സ്വർഗീയ വൃന്ദങ്ങളുടെയും സകല ഗോളങ്ങളുടെയും അധിപനായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പരമോന്നത അധികാരി എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് വിശുദ്ധ വേദോസ്തം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ സകല സൈന്യങ്ങളുടെയും ഒരു സനാധിപനായിട്ട് അല്ലെങ്കിൽ ഒരു സൈനാധിപനായിട്ടാണ് ദൈവത്തെ കാണുന്നത്. ഇവിടെ യോശുവ മനസ്സിലാക്കുന്നത്, യോശുവ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു രക്ഷകനായിട്ട് കടന്ന് വരുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം, ഇടപെടൽ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പല ഇടങ്ങളിൽ ഇതുപോലെ തൻ്റെ ജനത്തെ സഹായിക്കുന്ന, തൻ്റെ ജനത്തോട് കൂടെ നിൽക്കുന്ന ഒരു സൈന്യാധിപനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സ്വർഗത്തിൽ ദൈവവും അതുപോലെ ലൂസിഫറും തമ്മിൽ ഒരു ആശയ സംഘടന ഉണ്ടായപ്പോൾ ലൂസിഫറും സൈന്യവും ദൈവത്തിനെതിരെ തിരിഞ്ഞ് ഒരു മത്സരത്തിന് ഒരുങ്ങുമ്പോൾ അവിടെയും ആ ലൂസിഫറിനെയും സൈന്യത്തെയും തോൽപ്പിക്കുവാൻ കടന്നു വരുന്നത് കർത്താവ് യേശുക്രിസ്തു ആകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം യഹോവയുടെ സൈന്യത്തിൻ്റെ നായകൻ എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിൽ നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ദൂതന്മാരാവാം, യഹോവ തന്നെ പലപ്പോഴും താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ, അല്ലെ യഹോവ മനുഷ്യരുടെ മുമ്പിലോ വ്യക്തികളുടെ മുമ്പിലോ തന്നെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താതെ അവരോട് കൂടെ നിൽക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിനോട് മല്ല് പിടിക്കുമ്പോൾ യാക്കോബ് നീ ആരാണ് എന്ന് ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു മറുപടിയും യാക്കോബിനോട് തിരികെ പറയുന്നില്ല. ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെ ദൈവത്താൽ അയക്കപ്പെടുന്ന
മാലാഖമാർ അല്ലെങ്കിൽ ദൂതന്മാർ പലപ്പോഴും മനുഷ്യരുടെ സഹായത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൈന്യാധിപനായിട്ട് അല്ലെങ്കിൽ സേനയുടെ നായകനായിട്ട് പ്രവർത്തിക്കുന്നതും മനുഷ്യ സഹായത്തിനായിട്ട് പ്രത്യക്ഷമാവുന്നതും നമ്മൾ വിശുദ്ധ വചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെയും പറയുന്നത്, പാഠത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു യേശുവെ സംബന്ധിച്ച് താൻ ഭൂമിയിലെ അവതാരത്തിന് മുമ്പ് ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ യഥാർത്ഥ സൈന്യാധിപനും മാത്രമല്ല, യോശുവ കനാന്യരുമായിട്ടുള്ള ആ യുദ്ധത്തിൽ അല്ല സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ ആ സൈന്യത്തിൻ്റെ സേനാധിപതിയായും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നേരിട്ട് സ്വർഗത്തിൽ നയിക്കപ്പെടുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ഇത് ദൈവം തൻ്റെ ജനത്തെ തൻ്റെ സാന്നിധ്യമോ അല്ലെ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ സേനയുടെ സഹായമോ അവരുടെ ശക്തിയോ ദൈവജനത്തിൻ്റെ സഹായത്തിനും വിടുതലിനും അവരെ വിജയത്തിലേക്ക് നയിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അത് കണ്ടു മനസ്സിലാക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചും അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവജനത്തിൻ്റെ ഈ മരുഭൂമി യാത്രയിലെ പ്രയാണത്തിൽ പലപ്പോഴും അവർക്കോ അവരെ നയിക്കുന്ന നേതൃത്വങ്ങൾക്കോ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ നേടിയെടുക്കുവാനോ കഴിയാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അവരെ ബലപ്പെടുത്തുവാനും ശക്തീകരിപ്പാനും സഹായിപ്പാനും അയക്കപ്പെടുന്ന സ്വർഗീയ നേതൃത്വം അല്ലെ സ്വർഗീയ ശക്തിയുടെ പ്രവർത്തനം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ മനപ്പാഠ വാക്യത്തിൽ വായിച്ചത്, ഇസ്രായേൽ ജനം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനോടും ചന്ദ്രനോടും അതാത് സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ നിന്നു എന്നാണ്. അത് മറ്റൊരു തെളിവാണ്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഇങ്ങനെയുള്ള വലിയ അത്ഭുതകരമാവുന്നുള്ള അനുഭവങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം യഹോവയായ ദൈവം എങ്ങനെയൊക്കെയാണ് തൻ്റെ മക്കളെ വഴി നടത്തുവാനും അവരെ മുൻപോട്ട് നയിക്കുവാനും അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടുവിക്കുവാനും ആ പ്രതിസന്ധികളെ മാറ്റുവാനും ഇടപെടുകയും പ്രവർത്തിക്കുകയും അതിനുള്ള വഴികളെ ഒരുക്കി കൊടുക്കുകയും അതിന് വിഘാതമായി നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം എങ്ങനെയാണ് മാറ്റുന്നത്, അവരുടെ മുമ്പിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ കളയുന്നത് എന്നൊക്കെ നാം പഠിക്കുമ്പോൾ ഈ ദൈവത്തിൽ നാം ആശ്രയിച്ച് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വ്യക്തിപരമായി മാത്രമല്ല, ഒരു വിശ്വാസ സമൂഹമായിട്ടും ഒരു ഏക ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന
ഒരു ജനതയായിട്ടും നാം ഒരുപക്ഷെ നേരിടുവാൻ പോകുന്ന, നാം ഇതുവരെ കാണാതിരുന്ന അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നാം പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തിയെന്നും അവിടെയൊക്കെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി സഹായത്തിനായി കടന്നു വന്നുവെന്നും അവിടെയൊക്കെ ദൈവം ഐക്യപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗീയ അല്ലെങ്കിൽ സാന്നിധ്യം, സ്വർഗീയ അല്ലെങ്കിൽ ദൂതന്മാർ തൻ്റെ ജനത്തിൻ്റെ സഹായത്തിനും വിടുതലുമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ നാം ധൈര്യത്തോടും വിശ്വാസത്തോടും അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അടിപതറാതെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്. നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത് യുദ്ധം സ്വർഗത്തിൽ എന്നാണ്. ഇന്ന് നമ്മൾ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം, ഇന്ന് ലോകത്ത് പല ഇടങ്ങളിലും പല രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന രക്തരൂക്ഷിതമായ വളരെ വലിയ നാശത്തിൻ്റെ, മരണത്തിൻ്റെ, തകർച്ചകളുടെ, പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു അധപതനത്തിൻ്റെയും വീഴ്ചയുടെയും തകർച്ചയുടെയൊക്കെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ സ്വർഗത്തിലെ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയൊരു യുദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, അത്തരത്തിലുള്ളൊരു പോരാട്ടത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ ദൈവം സൃഷ്ടിച്ച സ്വർഗീയ ദൂതന്മാർ അല്ലെങ്കിൽ സ്വർഗീയ വൃന്ദങ്ങൾ, മനുഷ്യർ, ഇവരൊക്കെ അവരുടേതായ ആ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടേതായ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കഴിവ് അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഇച്ഛാശക്തിയോട് കൂടി ഉത്തരവാദിത്വമുള്ള ജനങ്ങളാൽ ദൈവം ഈ ഭൂമിയെ നിറച്ചു എന്നും, ഇപ്പോൾ ദൈവഹിതത്തിന് അനുസൃതമായോ എതിരായോ പ്രവർത്തിക്കുവാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ സ്വർഗീയ സൃഷ്ടികളിലും അങ്ങനെയുള്ളൊരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരുന്നു. കാരണം ദൈവം ഒരു ഏകാധിപതിയായിട്ട് തന്നെ എല്ലാവരും അനുസരിച്ച് കൊള്ളണം, താൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, തൻ്റെ ഇഷ്ടവും തൻ്റെ തീരുമാനങ്ങളനുസരിച്ച് മാത്രമേ എല്ലാവരും പ്രവർത്തിക്കുവാനും ചലിക്കുവാനും അല്ലെങ്കിൽ ചിന്തിക്കുവാനും പാടുള്ളൂ എന്നും നിഷ്കർഷിക്കുന്ന ഒരു ഏകാധിപതിയോ അല്ലെങ്കിൽ സ്വാർത്ഥതയുള്ള ഒരു ദൈവമായിരുന്നില്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും അവരുടേതായ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ഉള്ള പദവി അവർക്ക് നൽകിയത്. എന്നാൽ അത്തരം ഒരു സ്വാതന്ത്ര്യം മനുഷ്യർക്കും അല്ലെങ്കിൽ ദൂതന്മാർക്കും നൽകിയപ്പോൾ അവിടെ ചില പ്രയാസങ്ങൾ അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ വൈകല്യം മുഖാന്തരം ഉണ്ടാകുകയും അല്ലെങ്കിൽ ആ ചെയ്ത അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് തെറ്റായത് മുഖാന്തരം അവിടെ വരികയും അതിൻ്റെ ഫലമായിട്ട് ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ അവിടെ ഉടലെടുക്കുകയും അതൊരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ കയ്യേൽക്കുന്ന
അധികാരം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ, അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമെന്നല്ല, ഈ ദൂതന്മാരെ സംബന്ധിച്ചും അങ്ങനെയുള്ള ചിന്ത വരികയും ആ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ ലൂസിഫർ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആ ദൈവത്തെക്കാൾ താൻ വലിയവനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ തൻ്റെ സിംഹാസനം വയ്ക്കണമെന്നും ആഗ്രഹിക്കുവാനും ചിന്തിക്കുവാനും ഇടയെ തീർന്നത് ലൂസിഫർ അത്രമാത്രം കഴിവും സൗന്ദര്യവും എല്ലാ ഗുണങ്ങളും ഓടുകൂടി അല്ലെ സൗന്ദര്യത്തോടും കൂടി ദൈവം സൃഷ്ടിച്ച് അത്രമാത്രം കഴിവുകൾ കൊടുത്ത് അവനെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ആ ഒരു ചിന്ത ലൂസിഫറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. നാം അവിടെ വായിക്കുന്നത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഞാൻ മഹോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പം ആ ഒരു ചിന്ത ലൂസിഫറിൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അത് സ്വർഗത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ലൂസിഫറിനെ കൊണ്ടുവരുവാനും സ്വർഗത്തിൽ അത്തരത്തിലുള്ള പാപകരമാവുന്ന ലംഘനങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ പ്രവൃത്തികളോ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്തകളെയും ആ ചിന്തകളെ വഹിക്കുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും പുറത്ത് ആവണം, അല്ലെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നത് ഒരു സ്വർഗീയ നിയമമായതുകൊണ്ടും ഈ ലൂസിഫറിനെയും ലൂസിഫറിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് ലൂസിഫർ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ചിന്തിച്ച ആ മറ്റു ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് 12-7 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. എന്നാൽ ഈ യുദ്ധത്തിൽ മഹാസർപ്പത്തിന് മിഖായേലിനെയും സൈന്യത്തെയും തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെയാണ് അവിടെ നമ്മൾ മിഖായേൽ എന്ന് സൂചിപ്പിക്കുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പം അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിനെയും ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരെയും പുറത്താക്കുകയും സ്വർഗത്തിൻ്റെതായ കളങ്കമില്ലാത്ത പാവമില്ലാത്ത അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നീതിയും ന്യായവും സ്നേഹവും അവിടെ തുടർന്ന് നിലനിൽക്കുവാനും അതിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും കരുണയും മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള പദ്ധതികൾ, മനസ്സിലാക്കി കൊടുക്കുവാനുള്ള പദ്ധതികളിലൂടെ മുൻപോട്ട് പോകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് യെശയ്യാപ്രവചനത്തിലും എസെക്കിയേലും, യെശയ്യാവ് 14 എസെക്കിയേലിൻ്റെ 28-ാം അധ്യായങ്ങളിലുമൊക്കെ ബാബിലോണിലെ രാജാവും അതുപോലെ സോറിലെ ഭരണാധികാരിയും ഒരു യുദ്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരേർപ്പെടുന്നൊരു യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ
അത് സ്വർഗവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പ്രതിച്ഛായയിലൂടെ അവിടെ സംസാരിക്കുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ പാഠം ക്രമീകരിച്ചിരിക്കുന്ന ഈ ദൈവമക്കളുടേതായ അല്ലെങ്കിൽ ദൈവദാസന്മാരുടേതായ പഠനങ്ങളും വിശകലനങ്ങളും മറ്റ് പല കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഇവരെ സ്വർഗീയ അല്ലെങ്കിൽ സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ പങ്കാളികളാവുന്ന അല്ലെങ്കിൽ അതിൽ യുദ്ധം നടത്തുന്ന വ്യക്തികളായിട്ട് ഒരിക്കലും കാണുവാൻ കഴിയില്ല. കാരണം ഭൂമിയിലെ രാജാക്കന്മാരെ സംബന്ധിച്ച് അവർ യാതൊരുവിധ കുറ്റമോ വീഴ്ചയോ പാവമോ ഇല്ലാത്തവരാണ് എന്നും അവർ പൂർണ്ണരാകുന്നു എന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളുടേതായ, അല്ലെങ്കിൽ ബാബിലോണിലെ രാജാവോ സോറിലെ ഭരണാധികാരിയോ, ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള യുദ്ധമല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ തലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് ഈ രണ്ട് രാജാക്കന്മാരെ എടുത്ത് ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് ഈ നാം കാണുന്ന ഇന്നത്തെ രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള യുദ്ധങ്ങളുടെയോ അതിൻ്റെ രീതികളോ, അല്ലെങ്കിൽ ഇത്തരം യുദ്ധങ്ങൾ സ്വർഗത്തിൽ നടന്നു അല്ലെങ്കിൽ നടത്തുവാൻ അവർ യോഗ്യരായിരുന്നു എന്നും അല്ല. ഇവിടെയൊക്കെ നമ്മൾ ആത്യന്തികമായിട്ട് കാണുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഏത് യുദ്ധങ്ങളും ഏത് മത്സരങ്ങളും ഏത് വെല്ലുവിളികളും ഉയരുന്നത് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് മത്സരിക്കുവാൻ, ദൈവത്തോട് വിഘടിച്ച് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയിൽ നിന്നും, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഇത് ഉടലെടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാം അവിടെ മനസ്സിലാക്കുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യന് തെരഞ്ഞെടുപ്പിൻ്റെ അവകാശം, സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വീഴ്ചയിലേക്ക് വന്നു. അതുപോലെ തന്നെ ദൈവത്തോട് മത്സരിക്കുന്ന മത്സരികളായ സ്വർഗീയ സൃഷ്ടികൾ, സ്വർഗീയ ജീവികൾ അല്ലെങ്കിൽ ദൂതന്മാരും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു, അതുകൊണ്ട് അവരൊരിക്കലും പാപം അവരിൽ ഉണ്ടാവുകയില്ല, അവർ ദൈവത്തെ പൂർണ്ണമായിട്ട് എപ്പോഴും അനുസരിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ലല്ലോ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ദൂതന്മാരും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു അല്ലെങ്കിൽ കടന്നു വന്നു എന്ന് ലൂസിഫറിൻ്റെ ദൈവത്തോടുള്ള എതിർപ്പും മത്സരവും നമ്മളെ കാണിക്കുമ്പോൾ, ആ ലൂസിഫറിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ കുറച്ച് അല്ലെങ്കിൽ കുറേ ദൂതന്മാർ അവനോട് ചേർന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം ഇത് ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെയും നാം കാണുന്ന ലോകത്തിലായാലും മനുഷ്യ ജീവിതത്തിലായാലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഏത് ആ സൃഷ്ടിയുടെ അനുഭവത്തിലും ദൈവം ഏകാധിപതിയായിട്ട് ദൈവ ഇഷ്ടപ്രകാരം അവർ ജീവിക്കണം എന്ന ഒരു നിബന്ധന നൽകിക്കൊണ്ട് അത് പാലിക്കപ്പെടുവാനുള്ളൊരു സാഹചര്യത്തിലല്ലാതെ അവരെ സ്വതന്ത്രമായി വിട്ടത് കൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രതിസന്ധികൾ ലോകത്തിൽ ഉണ്ടാകുവാനും അത് ഇത്തരത്തിലുള്ള അനേക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങളിലേക്കും നാശത്തിലേക്കും അനുസരണക്കേടിലേക്കും ലംഘനത്തിന്റെ ഫലമായിട്ടുള്ള അനേക വേദനകളിലേക്കും അത് പരിണമിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൂതന്മാർ മാത്രമല്ല, അപ്പോൾ ദൈവത്തോട് മത്സരിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൂതന്മാരും അതുപോലെ ഒരിക്കലും പാപത്തിൽ നിന്ന്
സ്വയം മോചിതരായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും അല്ലെ ദൈവത്തെ അനുസരിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരെയും തീർച്ചയായും നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു നാശത്തിന് വിധേയരായിത്തീരുകയോ ചെയ്യുന്നത് ദൈവം മനഃപൂർവ്വം അവരെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് അവരുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട് അവർ സ്വയം നാശത്തിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ദൈവം ഇസ്രയേലിനോട് ചേർന്ന് അല്ലെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലിനെ രക്ഷിക്കുക അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ടി എല്ലാം നേടിക്കൊടുക്കുക എന്ന് മാത്രമല്ല, ആ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അതിന് എതിരായി നിൽക്കുന്ന ശക്തികൾ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ജനങ്ങൾ അവർ എത്രമാത്രം തെറ്റിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെതായ അല്ലെങ്കിൽ ലംഘനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ, അവരുടെ തീരുമാനമുണ്ടാവുന്ന അല്ലെ കുറവുകളൊക്കെ അവരുടെ അത്തരത്തിലുള്ള ഒരു യുദ്ധ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്കൊരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉദാഹരണം കൊണ്ട് പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാൻ കഴിയും. മറ്റൊന്നുമല്ല, യെരിഹോ പട്ടണം പിടിച്ചടക്കുവാൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ചാരന്മാരെ അയക്കുമ്പോൾ ആ ചാരന്മാരെ സഹായിച്ച് അവർ ഒളിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുവാൻ ഒരുങ്ങിയ രാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഭയവും ബഹുമാനവും വിശ്വാസവും ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണവും അവർ കാണിച്ചത് കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു, അവരുടെ കുടുംബത്തിലെ സകലം രക്ഷിക്കപ്പെട്ടു. എന്നാൽ യെരിഹോ പട്ടണം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും യെരിഹോ പട്ടണത്തിലെ മറ്റുള്ളവർ നശിപ്പിക്കപ്പെടുവാൻ ഇടയായത് ദൈവത്തിന് അവരോടുള്ള ശത്രുത കൊണ്ടോ അവരെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനം കൊണ്ടോ അല്ല. ആ തീരുമാനം അവർ എടുത്തതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ രാഹാബിനും ആ ജനത്തോടുകൂടെ നിൽക്കാമായിരുന്നു, യെരിഹോയിലെ ജനത്തോടുകൂടി നിൽക്കാമായിരുന്നു. പക്ഷേ എന്താണ് രാഹാബ് മറ്റൊരു തീരുമാനം എടുക്കാൻ കാരണം? അപ്പോൾ ആ രാഹാബ് യഹോവയെക്കുറിച്ച് കേട്ടു. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവരുന്ന യഹോവ എങ്ങനെയാണ് ആ ജനത്തെ വഴി നടത്തുന്നത് എന്ന് കേട്ടിട്ട് യഹോവയിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസം അർപ്പിക്കുവാനും ആ യഹോവയിൽ ആശ്രയിക്കുവാനും ആ ദൈവത്തെ സ്നേഹിക്കുവാനും രാഹാബ് തീരുമാനിച്ചതുകൊണ്ട് ആ രാഹാബും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഇടയെത്തീർന്നു. യെരിഹോ പട്ടണം നശിപ്പിക്കപ്പെടുവാൻ, അവിടുത്തെ ജനങ്ങൾ നശിപ്പിക്കപ്പെടുവാൻ ഇടയെത്തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള അവസ്ഥകളിലേക്ക്, നാശത്തിലേക്ക്, വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ ദൈവം അവർക്ക് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ച പ്രകാരം വന്ന് പ്രവർത്തിക്കുന്നതല്ല. അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളും അവർ പഠിക്കുന്ന കാര്യങ്ങളും അവർക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും വിശ്വസിക്കാനും കഴിയാത്തത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അവർ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു സാഹചര്യം ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഭൂമിയിലായാലും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലായാലും അവർ ശത്രുക്കളും ഇസ്രായേൽ ജനത്തിന് തമ്മിലുള്ള യുദ്ധങ്ങളായാലും അല്ലെ സ്വർഗത്തിലെ യുദ്ധം എന്ന് പറയുമ്പോഴും നാം മനസ്സിലാക്കുന്നത് അത് രണ്ട് വിരുദ്ധ ശക്തികൾ തമ്മിലാണ്. ഒന്ന് സാത്താൻ്റെ അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ച് തോറ്റ് ദൈവത്തെ തോൽപ്പിക്കണം, ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തെയൊക്കെ തെറ്റായി അല്ലെങ്കിൽ ജനത്തോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറ്റായി അവർക്ക് ധാരണ കൊടുത്തുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് തിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ദൈവത്തോട് മത്സരിക്കുവാനും എതിർക്കുവാനും ജനങ്ങളെ ഒരുക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് തൻ്റെ നീതി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദൈവം നീതിമാനാണ്, നമ്മൾ നേരത്തെ അത് വായിച്ചു കേട്ടു. അപ്പോൾ ആ നീതി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത്. അത് മറിച്ച് ദൈവത്തിന് ഒരിക്കലും ഒരു മനുഷ്യരെയും ഒരു ജനത്തെയും നശിപ്പിക്കുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ടോ അതിനോട് സ്നേഹമുള്ളത് കൊണ്ടോ അല്ല.
ഇവിടെ ഈ യുദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട്, അല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമായിട്ട്, ഇരുട്ടും വെളിച്ചവുമായിട്ടുള്ള യുദ്ധമായിട്ട്, അതുപോലെ യാഥാർത്ഥ്യവും വ്യാജവുമായ കാര്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് നമ്മളതിനെ ഒരു വൻ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണ് കാണുന്നത്. അപ്പോൾ ഈ നടക്കുന്ന എല്ലാ ആശയ സംഘടനകളും, എല്ലാ മത്സരങ്ങളും, എല്ലാ അധികാരത്തിനുള്ള മോഹങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ഈ വൻ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പക്ഷത്ത് ആര് നിൽക്കുന്നുവോ അവർക്ക് ഒരുപക്ഷെ സന്തോഷമോ വിജയമോ നേട്ടമോ ഉണ്ടാവുന്നുവെങ്കിൽ അത് അനീതിയിലൂടെയോ അല്ലെങ്കിൽ നീതിപരമല്ലാത്തതോ ആയ കാര്യം കൊണ്ട് അവർക്ക് ലഭിക്കുന്നതല്ല. മറിച്ച് ഈ സകല മനുഷ്യരുടെയും സകല സ്വർഗീയ സൃഷ്ടികളുടെയും സേനാനായകനായ ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവർ തീർച്ചയായും ആ അനുഗ്രഹത്തിലേക്കും ആ സമാധാനത്തിലേക്കും ആ സ്വസ്ഥതയിലേക്കും ആ സന്തോഷത്തിലേക്കും പ്രവേശിക്കും, അല്ലെങ്കിൽ ആ അനുഭൂതി ജീവിക്കാൻ കഴിയും. അതിനെ മറുത്തു നിൽക്കുന്നവർ, മത്സരിക്കുന്നവർ, അതിനോട് വിഘടിക്കുന്നവർക്ക് അതിൻ്റെതായ ദോഷം അവർ തന്നെ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത് കർത്താവ് ഒരു യോദ്ധാവാണ് എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. കർത്താവ് ഒരു യോദ്ധാവാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു പ്രത്യേക ജനവിഭാഗത്തിനോ ഒരു പ്രത്യേക വ്യക്തിക്കോ മാത്രം ദൈവം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ സഹായമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുന്നത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകുന്നൊരു കടിഞ്ഞൂൽ സംഹാരത്തെക്കുറിച്ചാണ്. അപ്പം അവിടെ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിച്ചുകൊണ്ട് അനേക വീര്യപ്രവൃത്തികളുടെ യഹോവ ആരാണ് എന്ന് ഫറവോനെയും ഇസ്രായേലിലെ ജനത്തെയും മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം ശ്രമിച്ചിട്ട് അവർക്ക് പൂർണ്ണമായിട്ടത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യഹോവ ആരാണ് എന്നും യഹോവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും അവരെ പൂർണ്ണമായൊരു നാശത്തിലേക്ക് കൊണ്ടുവരാതെ, അല്ലെ അവരെ നശിപ്പിക്കാതെ, അവരെ പഠിപ്പിച്ച് അവരെ നേടുവാനും അവരൊരിക്കലും അല്ലെ ഒരു നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് അനേക വീര്യപ്രവൃത്തികൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും, അത് അനുസരിക്കാതെ വന്നപ്പോൾ ഫറവോനെയും ഇസ്രായേൽ ജനത്തെ മാത്രമല്ല അവരുടെ ദൈവങ്ങളെയും ദേവന്മാരെയും കൂടി അവിടെ ദൈവം ന്യായം വിധിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. ഇപ്പം കാരണം ഈ ഫറവോനും മിസ്രൈം ജനങ്ങൾക്കും അവരുടെ ധാരാളം ദേവന്മാർക്കും അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച ദൈവങ്ങൾക്കും മേലെയാണ്, ഉന്നതങ്ങളിലാണ് യഹോവയായ ദൈവം. അതുകൊണ്ട് തന്നെ ഈ ജനത്തെയും ഫറവോനെയും അവരുടെ ദേവന്മാരെയും ന്യായം വിധിക്കുവാൻ, അല്ലെ അവർക്ക് അനുസരണക്കേടിന് ശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്, യഹോവയ്ക്കുണ്ട്. കാരണം സകലത്തിൻ്റെയും ഉടമസ്ഥനും അധികാരിയും ദൈവം തന്നെയാണ്. എന്നാൽ ആ ഒരു അധികാരം വെച്ചുകൊണ്ട് ദൈവം ഒരിക്കലും ആ രീതിയിൽ നാം ഇന്ന് കാണുന്നത് പോലെ മാനുഷികമായിട്ടുള്ള അധികാരമുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം കാണുന്ന പോലെ അല്ല ദൈവം തൻ്റെ അധികാരം കൈകാര്യം ചെയ്യുന്നത്. ദൈവം തൻ്റെ അധികാരം കൈകാര്യം ചെയ്യുന്നത് വളരെ ക്ഷമയോടും സാവധാനതയോടും വളരെ നീതിയോടും കരുണയോടും കൂടിയാണ് എന്ന് നമുക്കിങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് കർത്താവ് ഒരു യോദ്ധാവാണ് എന്ന് പറയുവാൻ കാരണം. ഇപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ
മിസ്രൈമിലെ ജീവിത അവസ്ഥകളെ, സാഹചര്യങ്ങളുടെ, വേദനകളുടെ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ അടിമത്വം, അവരുടെ കഷ്ടത, അവരുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവർ കഷ്ടപ്പാട്, ഇരട്ടി അധ്വാനം, വിശ്രമമില്ലായ്മ, അവർക്ക് ജോലിക്ക് തക്ക വേതനം കൊടുക്കുകയോ അവരെ സംരക്ഷിക്കുകയോ അവരെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യാത്ത ഒരവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനമായ ഇസ്രായേലിനോട് ദൈവത്തിന് കരുണ തോന്നി, അവരോട് മനസ്സലിവ് തോന്നി. അങ്ങനെ അവരെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അപ്പം ആ വിടുവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൻ്റെ പിന്നിൽ അവരെ എങ്ങനെ വിടുവിക്കണം എന്ന് ദൈവം ചിന്തിച്ചു. അത് ആർക്കും ഒരു ദോഷമോ ആരെയും കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ഇടവരാതെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചു എങ്കിൽ പോലും അതങ്ങനെ നടപ്പിലാക്കുവാൻ മനുഷ്യർ സമ്മതമല്ലാത്തത് കൊണ്ടും മനുഷ്യരതിന് അനുകൂലമല്ലാത്തത് കൊണ്ടും അത് അനുസരിക്കുവാനും കേൾക്കുവാനും കഴിയാത്തത് കൊണ്ടും നമുക്കറിയാം പലപ്പോഴും ശിക്ഷകൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. സ്വയം തിരുത്തുവാനും തെറ്റ് മനസ്സിലാക്കുവാനും ഉള്ള അവസരം കൊടുത്തിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടും അതിന് കഴിയാതെ തങ്ങളുടെ തെറ്റുകൾ തന്നെ ഉറച്ച് നിന്ന് അങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നവരെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന ജീവിതത്തിലെ ദോഷങ്ങൾക്ക് കാരണം മറ്റാരുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പുറപ്പാട് പുസ്തകത്തിലെ ഏകദേശം ആദ്യത്തെ 10-12 അധ്യായങ്ങളിൽ അവിടെ നമ്മൾ ഈ മോശയും ഫറവോനും തമ്മിലുള്ള അനേക സംഘർഷങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് അവർ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് പറയുമ്പോൾ അത് അവർ മാത്രമായ ഒരു കാര്യമല്ല. ഇപ്പം ദൈവം എന്ത് മോശയോട് പറഞ്ഞു, മോശ എന്ത് മനസ്സിലാക്കി, മോശ എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞത്, അത് ഫറവോന് മനസ്സിലാക്കി കൊടുക്കുവാനും ഫറവോൻ അത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനും മോശയ്ക്കും അല്ലെങ്കിൽ കീഴ്പ്പെടുകയല്ല, മോശ പറയുന്ന വാക്കുകൾ അനുസരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അല്ലെങ്കിൽ സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവജനത്തെ വിട്ടയക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിട്ടയച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ, ഇത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ കടിഞ്ഞൂൽ സംഹാരമോ അല്ലെങ്കിൽ ചെങ്കടലിലെ അവരുടെ നാശമോ ബാധകളൊന്നും മിസ്രൈം ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നു. അതും ദൈവം മനഃപൂർവ്വം അവർക്ക് ഇങ്ങനെ സംഭവിക്കണം എന്ന് കരുതി ചെയ്തതല്ല, മറിച്ച് അവർ മത്സരികളായി തീർന്നത് കൊണ്ട്, ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട്, അതിലൂടെ ഫറവോനെയും മിസ്രൈം ജനത്തെയും അവരുടെ ദൈവങ്ങളെയും ന്യായം വിധിച്ചുകൊണ്ട് ദൈവം താൻ ആരാകുന്നു എന്നും തൻ്റെ നിയമവും നീതികളും സ്നേഹവും എന്താകുന്നുവെന്നും മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുവാനാണ് ദൈവം അങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ അനേക വ്യക്തികൾ അതുപോലെ മനസ്സിലാക്കി തിരിഞ്ഞവരായിട്ട് ഉണ്ട്, ഇല്ലേ? നമ്മൾ നേരത്തെ മുൻഭാഗങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട വ്യക്തികളിൽ എത്ര പേരാണ് യഹോവയെ മനസ്സിലാക്കിക്കൊണ്ട് വന്ന്, അല്ലെ യഹോവയെ പൂർണ്ണമായിട്ട് ഗ്രഹിച്ച് യഹോവ ആരാണെന്ന് ഉള്ള ബോധ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് സംസാരിച്ചത്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എവിടെയും കാണുന്നുണ്ട്. എല്ലാ വ്യക്തികളുടെയും എല്ലാ സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ, വ്യത്യസ്ത തീരുമാനങ്ങൾ, അനുസരണക്കേട്, മത്സരം, അതുപോലെ അല്ലെങ്കിൽ വെല്ലുവിളി, വിഘടനമൊക്കെ നമ്മൾ അതിന് കാരണമായി തീരുന്നുവെങ്കിൽ, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ അല്ല നാം അവിടെ അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാനിടയായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് ഇടയാവുന്ന സാഹചര്യങ്ങളിലും അതിന് ഉൾപ്പെടുന്ന
ജനത്തെ സംബന്ധിച്ചുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം തൻ്റെ മക്കളായ ഇസഹാക്ക്, അതുപോലെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കേണ്ടത് ദൈവത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു വാഗ്ദത്ത നിവൃത്തിയിലേക്ക് താൻ കടന്നു വരേണ്ടത് ദൈവത്തിന് ഇപ്പോഴും ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ യുദ്ധം, മത്സരം എന്ന് ഒക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനവുമായിട്ടുള്ള യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ലൂസിഫറും തൻ്റെ സൈന്യവും ദൈവത്തോട് യുദ്ധത്തിനൊരുങ്ങി അല്ലെങ്കിൽ മത്സരിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേൽ തൻ്റെ സിംഹാസനം വെക്കണമെന്നൊക്കെ ചിന്തിക്കുന്നു പറയുമ്പോൾ അവിടെയൊക്കെ നാം മനസ്സിലാക്കുന്നത് ദൈവവും പാവവുമായിട്ട് നടത്തുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലാണ് നമ്മൾ യുദ്ധമായിട്ട് കാണുന്നത്. ഇപ്പോൾ സങ്കീർത്തനം 24:8 പറയുന്നത്, മഹത്വത്തിൻ്റെ രാജാവാർ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിലും ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ അധികാരത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഇതൊക്കെ നമുക്ക് ഒന്നൊന്നായിട്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വഭാവമല്ല, ദൈവത്തിൻ്റെ ഭാവങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പലതരത്തിലുള്ള ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ മനുഷ്യനെ രക്ഷയിലേക്കും ദൈവിക നീതിയിലേക്കും സ്നേഹത്തിലേക്കും അവനെ വളർത്തുവാനും പരിചരിക്കുവാനും പരിശീലിപ്പിക്കുവാനും ഒക്കെ ദൈവം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവിക സ്നേഹത്തെയും നീതിയെയും ദൈവിക അധികാരങ്ങളെയും നമുക്ക് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ഇവിടെ ഒരു ഭാഗം നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 19:11 നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ കാണുന്നത്, ഇപ്പോൾ ദൈവം തീർച്ചയായും ദൈവത്തോട് അവസാനം വരെയും മല്ലിട്ട് നിൽക്കുന്ന, മത്സരിച്ച് നിൽക്കുന്ന, എതിർത്ത് നിൽക്കുന്ന ആരായാലും അവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം അനീതി, പാപം അല്ലെങ്കിൽ ലംഘനം അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയില്ല, നിലനിർത്തുവാൻ കഴിയില്ല. അത് ദൈവം ഒരിക്കലും, അത് ദൈവിക സാന്നിധ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. ദൈവം അതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതുകൊണ്ടാണ് ആദവും ഹവ്വയും അല്ലെങ്കിൽ പാപം ചെയ്തപ്പോൾ ഏതിൽ നിന്ന് അവരെ പുറത്താക്കുവാൻ കാരണം. അവരെ കൊന്നില്ലല്ലോ, അല്ലേ? അവരെ ദൈവം അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. അവരതിൽ നിന്ന് പുറത്താക്കുക. അവിടെ നോക്കുക, നമ്മൾ അവിടെ ദൈവത്തിൻ്റെ തൻ്റെ സൃഷ്ടിയോടുള്ള ഒരു സ്നേഹ അല്ലെ കരുണ അല്ലെങ്കിൽ ദയ നമ്മളവിടെ കാണുക. അവരവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നാം മനുഷ്യരാണെങ്കിൽ ഒരു നിയമം ലംഘിച്ചാൽ അവിടെ തന്നെ അവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് കൊടുക്കുക. അതാണ് ലോകത്തിൻ്റെ ഇന്നത്തെ ശിക്ഷ രീതി. അത് നീതിയിലോ ന്യായത്തിലോ സ്നേഹത്തിലോ നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കനാന്യരെ ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആ കനാന്യരെ മുഴുവൻ നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടോ അല്ല ഇഷ്ടം കൊണ്ടോ അല്ല, മറിച്ച് ആ കനാന്യർ ദൈവത്തെ ഭയപ്പെടുവാനും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും കഴിയാതെ വന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്റെ ജനത്തിൽ നടപ്പിലാക്കുവാൻ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കുന്നത് ദൈവസന്നിധി അല്ലെങ്കിൽ ദൈവത്തിനത് ന്യായമായിട്ട് ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വൻ വിവാദത്തിൻ്റെ ഒരു തുടർച്ചയാണ് നാം ഈ കാണുന്ന ഓരോ പോരാട്ടങ്ങളും, ഓരോ വെല്ലുവിളികളും, അല്ലെങ്കിൽ ഓരോ മത്സരങ്ങളും ആ ഭാഗമാണ്. നമ്മളടുത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് നമുക്ക് വേണ്ടി പോരാടും എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ആർക്ക് വേണ്ടി പോരാടും? ആര് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു? കർത്താവിൻ്റെ പക്ഷത്ത് ആരുണ്ട്? കർത്താവിനെ സ്നേഹിക്കുന്നവരാരുണ്ട്? കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാരുണ്ട്? അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും കർത്താവ് പോരാടും എന്ന് തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുന്നത് മോശ ജനങ്ങളോട് പറയുന്നത്, അതായത് പുറപ്പാട് പുസ്തകം 13-14 പറയുമ്പോൾ അവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നമുക്ക് എത്ര ഉറപ്പോടുകൂടിയാണ് അവിടെ മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതല്ലേ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല എന്ന് പറയുമ്പോൾ മിസ്രൈമ്യർക്കും ഈ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ അതേ കാര്യത്തിൽ അവർക്ക് ശരിയായ ബോധ്യമുണ്ടായിരുന്നു അല്ലേ. അതാണ് അടുത്ത ഭാഗത്ത് 14-25 പറയുന്നത്. മിസ്രൈമ്യർ പറയുന്നത്, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ഭയം മിസ്രൈമ്യർക്ക് ഈ യഹോവയോട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ജനത്തെ, അല്ലെങ്കിൽ ഇസ്രായേലിനത്തെ നയിക്കുന്ന യഹോവ ആരാണെന്നും ആ യഹോവ മുഖാന്തരം മിസ്രൈമ്യർക്ക് വരുവാൻ പോകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണെന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് മിസ്രൈമ്യർ ഇങ്ങനൊരു പ്രസ്താവന പറയാൻ കാരണം. അപ്പോൾ ഇതിനാണ് മോശ ജനത്തോട് പറയുന്നല്ലേ, ഉറച്ചു നിൽപ്പിൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ഈ ജനത്തെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈനിക വൈദഗ്ധ്യമോ പരിശീലനമോ അങ്ങനെ ഒരു നേതൃത്വമോ അല്ലെങ്കിൽ സേനാനായകന്മാരോ ആയുധങ്ങളോ ഇല്ലാത്ത ഈ ജനത്തെ അല്ലെങ്കിൽ സഹായിക്കേണ്ട ഉത്തരവാദിത്വം അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവത്തിൻ്റെതായതുകൊണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും അവരെ സഹായിക്കുവാനും അവരെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാനും ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ പലപ്പോഴും ഇസ്രായേൽ ജനത്തിന് അത് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് യഹോവയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളും നാശവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇസ്രായേൽ പൂർണ്ണമായിട്ടും ദൈവത്തോട് പറ്റി വിശ്വസിച്ചിരുന്ന സമയങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള യുദ്ധങ്ങളും ഏർപ്പെട്ടിട്ട് വന്നില്ല. അഥവാ അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അവർ യുദ്ധം ചെയ്യാതെ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയം നേടിക്കൊടുത്തു എന്ന് കാണുന്നു. എന്നാൽ പലപ്പോഴും ദൈവത്തോട് മത്സരിച്ച് ദൈവത്തോട് വിശ്വാസമില്ലാതെ അവർ ജീവിച്ച സമയങ്ങളിലൊക്കെ അവർക്ക് യുദ്ധം ചെയ്ത് തന്നെ മുൻപോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തിലെ പ്രയാണത്തിൽ നാം ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തോടെ നിൽക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ അല്ലെങ്കിൽ യുദ്ധസമാനമായ അനുഭവങ്ങളോ ഉണ്ടാവാതെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും നമ്മുടെ പക്ഷത്ത് നിൽക്കുവാനും നമ്മളെ സഹായിപ്പാനും നമ്മുടെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ സേനാനായകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഏത് അല്ലെങ്കിൽ ശത്രുവിനെയും കർത്താവ് മുഖാന്തരം കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ഭാഗം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് രണ്ടാമത്തെ മികച്ച ഒരു തിരഞ്ഞെടുപ്പ്. എന്താണ് രണ്ടാമത്തെ മികച്ച ഒരു തിരഞ്ഞെടുപ്പ്? അപ്പോൾ അത് മറ്റൊന്നുമല്ല, നാം മനസ്സിലാക്കുന്നത് നാം ദൈവത്തെ അവിശ്വസിക്കാതിരിക്കുക, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക, ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് ഓഹരിക്കാരായിക്കൊണ്ട് നമുക്ക് ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മൾ എത്തേണ്ട സ്ഥാനങ്ങളിൽ, നമ്മളായിരിക്കേണ്ട ഇടങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ വഴി നടത്തും എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പറയുന്നത് തൻ്റെ തത്വങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ തൻ്റെ ജനങ്ങൾ ആയിരിക്കുന്ന തലത്തിലേക്ക് ദൈവം വരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ വെടിവെക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ജനത്തെ അവർ എന്നിലേക്ക് വരണമെന്നല്ല, അവരിലേക്ക് ദൈവം താണു വന്ന് അവരുടെ അവസ്ഥയിലേക്ക് അവരെ രക്ഷിക്കേണ്ടതിന് ദൈവം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്നേഹം
ദൈവത്തിന് തൻ്റെ ജനത്തോട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ജനത്തോട് മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ജനങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആരും ഏത് വ്യക്തികളും ദൈവത്തെ ആരനുസരിക്കുന്നു, ആര് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു, ആര് ദൈവത്തോട് ചേരുന്നു, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തോടു കൂടി ചേർന്നുകൊണ്ട് പങ്കാളികളായി നിന്നുകൊണ്ട് അതിൻ്റെ ഓഹരിക്കാരായി നിൽക്കുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്ത് വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത്. അത്തരത്തിൽ നിൽക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുമ്പോൾ വളരെ അത്ഭുതമാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് കഴിയും, ദൈവത്തിന് കഴിയും എന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 20-16-18 വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വാസ്തവം പറഞ്ഞാൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാനമാണ് യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ യോശുവ അല്ലെങ്കിൽ മോശ അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 19-20 വായിക്കുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളവർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനമാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്നത്. അപ്പോൾ അവരെ വാസ്തവം പറഞ്ഞൊരു യുദ്ധം ചെയ്യുന്നൊരു ജനമായിട്ടോ മറ്റുള്ളവരോട് എതിരിടുന്നൊരു ജനമായിട്ടോ അല്ലെങ്കിൽ അവരെ യോദ്ധാക്കളാക്കി മാറ്റി മുൻപോട്ട് കൊണ്ടുപോകുന്നുള്ള ദൈവം ആഗ്രഹിച്ചല്ല, മറിച്ച് അവരെ ദൈവത്തോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് പങ്കാളികളായി നിന്നുകൊണ്ട് ആ ദൈവിക പദ്ധതികളോട് അനുസരണമുള്ളവരും യോജിപ്പുള്ളവരും പൂർണ്ണ വിശ്വാസമുള്ളവരായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ നല്ല അനുഭവങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അപ്പോൾ അതുകൊണ്ട് നാം എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവത്തെ സർവ്വസേനാധിപനായിട്ട് കാണുന്നു, എല്ലാ സംഘർഷങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെതായ വലിയൊരു സംഘർഷമുണ്ട്, അല്ലെ ദൈവം നേരിടുന്നൊരു സംഘർഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ജനത്തെ നശിപ്പിക്കാതെ എങ്ങനെ അവരെ രക്ഷിക്കാം, എങ്ങനെ വീണ്ടെടുക്കാം, ആ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരാം. അതാണ് ആ സംഘർഷം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയ ദൈവമേ, നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളുടെയും പിന്നിൽ നമുക്ക് വേണ്ടി സംഘർഷം അനുഭവിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മളെ നശിപ്പിക്കാതെ, നമ്മൾ നാശത്തിലേക്ക് പോകാതെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സകല ജനത്തെയും ദൈവത്തിൻ്റെ മക്കളായി സ്വീകരിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ആ വലിയ വാഗ്ദത്തത്തിൻ്റെ അവകാശമാക്കി തീർക്കുവാൻ ദൈവം കടന്നു വരുന്ന സംഘർഷം, അതാണ് എല്ലാ സംഘർഷത്തിൻ്റെ പിന്നിലുള്ള സംഘർഷം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ പങ്കാളികളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, യഹോവ നമുക്ക് മുമ്പിൽ നടക്കും, യഹോവ തൻ്റെ സ്വർഗീയ സൈന്യങ്ങളെ നമുക്ക് വേണ്ടി അയക്കും എന്ന വാഗ്ദത്തം നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഒന്നിനെ നമ്മൾ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു നിൽപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാഠം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ വചനം ഒന്നിച്ച് പഠിക്കുവാൻ, ദൈവം ആരാകുന്നു, തൻ്റെ ജനത്തോട് എങ്ങനെ സ്നേഹിക്കുന്നു, അവരെങ്ങനെ പരിപാലിക്കുന്നു, അവരെങ്ങനെ വഴി നടത്തുന്നു, ആരും നഷ്ടപ്പെട്ടു പോകാതെ, ആരും നശിച്ചു പോകാതെ അവരെ രക്ഷിക്കുവാനും രക്ഷണത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു, അവർക്ക് വേണ്ടി ചിന്തിക്കുന്നു, അവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നു എന്ന് അടിയങ്ങൾ ചിന്തിച്ചുകൊണ്ട് യഹോവയുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ അടിയങ്ങളും പങ്കാളികളും ഓഹരിക്കാരുമായി നിന്നുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന ആ വാഗ്ദത്തം അടിയങ്ങൾക്ക് പ്രാപിപ്പാൻ, അടിയങ്ങൾ ജീവിതത്തിൽ അടിയങ്ങൾ വിശ്വാസമുള്ളവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കാൻ അടിയങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. ഈ പാഠത്തെ സംബന്ധിച്ച് പാഠം പഠിക്കുന്ന എല്ലാത്തിൻ്റെ മക്കളെ കർത്താവ് വ്യക്തികളായും കുടുംബങ്ങളായും സമൂഹമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ നന്മകളാൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനവത്തെ കർത്താവെ അവിടുത്തെ എടുക്കണം. എല്ലാടിങ്ങൾക്ക് ആജീവനെ തന്ന യേശുവിനെ നാം ചോദിക്കുമ്പോൾ കൃപയാക്കണം. നല്ല ദൈവമേ, ആമേൻ.